അപ്പോൾ ഇന്ന് ഞാനൊരു പൊതി കെട്ടാൻ പോവാം. ഇലപ്പൊതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഇലപ്പൊതി അല്ലേ. മുട്ട പൊരിച്ചതും ഉരുളക്കിഴങ്ങ് മെഴുകുവരട്ടിയും ചമ്മന്തിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ ആ 3 കൂട്ടാനാണെന്ന് പറഞ്ഞാലും പൊതി കെട്ടിയാൽ ഒരു അടിപൊളി മണമാണ് നമ്മൾ പൊതി അഴിച്ചെടുക്കുമ്പോൾ. അപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹം തോന്നി ഇന്നൊരു പൊതി കെട്ടണമെന്ന്. അതാർക്കാണെന്നുള്ളത് ഞാൻ ലാസ്റ്റിൽ പറയാമേ. അപ്പോൾ നമുക്കിപ്പം പൊതി ഒന്ന് കെട്ടാം. കുറച്ച് ചോറ് മതി കേട്ടോ, ഒരുപാട് ചോറാ കഴിക്കുന്നതല്ല, അതിന് അത്രയും ചോറേ വയ്ക്കുന്നു. ഇനി നമുക്ക് ഒരു മുട്ട പൊരിച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ചേമ്പ് മെഴുക്ക് വയ്ക്കും, മീൻ വറുത്തത്, ഇനിയുമാ നമ്മുടെ അടിപൊളി ചമ്മന്തി വരുന്നത്. ഞാനിച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ട് അരച്ച ചമ്മന്തിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി മാങ്ങ അച്ചാറിട്ടത് ഉണ്ടോ, മാങ്ങ അച്ചാർ. മാങ്ങ അത് മുളക് പൊടി ഇട്ട് വെച്ച് അച്ചാറാണ്. ഇത് ക്യാരറ്റും മാങ്ങയും കൂടി ഇട്ട് വെച്ച് അച്ചാർ. മറ്റേ മാങ്ങകൾ ടേസ്റ്റ് കൂടുതലും ഈ മാങ്ങയ്ക്കാണ്. നിങ്ങളങ്ങനെ വെച്ച് നോക്കണം, ഈ മാങ്ങയ്ക്കാണ് ടേസ്റ്റ്, ഈ മാങ്ങയ്ക്കാണ്. അപ്പോൾ ഞാൻ ചോറൊന്ന് കെട്ടട്ടെ. ഇങ്ങനെ വേണം പൊതി കെട്ടാൻ. ആദ്യത്തെ ഇലയെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഈ തുമ്പ് വെച്ച് മടക്കുക. എന്നിട്ടിങ്ങനെ മടക്കുക. കണ്ടോ? അപ്പോൾ ഇത് 2 മണിക്കൂർ കഴിയുമ്പം ഞാൻ കാണിക്കാം ആരായി പൊതി കഴിക്കുന്നതെന്നുള്ളത്. എന്നിട്ട് ഞാനിത് ഇലയ്ക്കകത്ത് വെച്ച് പേപ്പർ കേട്ടൊന്ന് പൊതിയുക കേട്ടോ. കണ്ടോ പൊതി? ഇത് 2 മണിക്കൂർ കഴിയുമ്പോൾ ഈ പൊതി കഴിച്ച് കാണിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാമേ. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ എല്ലാം കൂടെ ഒന്ന് ചേർന്ന് കഴിയുമ്പോൾ എന്തൊരു മണമായിരിക്കും ഇലപ്പൊതി. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിച്ച് കാണിക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂർ ആകാറായി. അപ്പം ഞാൻ ഈ പൊതി അഴിച്ച് കഴിക്കാൻ പോകാട്ടോ. സൂപ്പർ മണം, അടിപൊളി. ഇനി എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ മുട്ട എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക, മെഴുക്ക് പുരട്ടി എല്ലാം ഈ ഒരു സൈഡിലോട്ട് വയ്ക്കുക, ചമ്മന്തി എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക, അച്ചാറ്, മീൻ വറുത്തത്, അച്ചാർ ചുമന്നത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? ഇനിയിപ്പോൾ ഈ അങ്ങോട്ട് ഇളക്കി കഴിക്കാം, നല്ല മണമുണ്ട്. ഇച്ചിരി മുട്ട എടുക്കുക, ചോറോട്ട് വയ്ക്കുക, ചമ്മന്തി, മെഴുക്ക് പുരട്ടി, ഇച്ചിരി അച്ചാറിൻ്റെ ചാറ്, ഒരു മീനിൻ്റെ ചെറിയൊരു കഷ്ണം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടുക. ഉണ്ടോ? ആർക്കെങ്കിലും വേണോ? പൊതിച്ചോറ് വേണ്ടിയവരെല്ലാവരും ഓടി വാ, തരാം. നല്ല ടേസ്റ്റുണ്ട്. ചമ്മന്തിയുടെയും മുട്ടയുടെയും ആണ് കൂടുതലും മണം ഇങ്ങനെ നിൽക്കുന്നത്. നല്ലതാണ്, അടിപൊളിയാണ്. അപ്പം നിങ്ങളും ആഗ്രഹം തോന്നുമ്പം ഒരില വെട്ടിക്കൊണ്ട് വന്ന് ഇതുപോലെ പൊതി കെട്ടി ഉച്ചയ്ക്ക് കഴിക്കുക. ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പം വേണേലും കഴിച്ചാൽ കുഴപ്പമില്ല, അടിപൊളിയാണ്. എനിക്ക് ആഗ്രഹം തോന്നിയപ്പോൾ ഞാനിതുപോലെ ചെയ്തതാണ്. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് പൊതിച്ചോറ്. പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഇതുപോലെ പൊതി കെട്ടിക്കൊണ്ട് പോയതേ ഉള്ളൂ. സൂപ്പർ, അടിപൊളി, അടിപൊളിയായിരുന്നു കേട്ടോ. പൊതിച്ചോറ് സൂപ്പറായിരുന്നു. ഞാൻ 1 മണി ചോറ് പോലും കളഞ്ഞിട്ടില്ല കേട്ടോ, അടിപൊളിയായിരുന്നു.
സൂപ്പർ. ഇതുപോലെ നിങ്ങളും ചെയ്ത് വീട്ടിൽ നിന്ന് ഇതുപോലെ കഴിക്കുക. നല്ലതായിരുന്നു, അടിപൊളി. പൊതിച്ചോറെന്ന് പറയുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ആർക്കും പൊതിച്ചോറ് വേണ്ടെന്ന് പറയത്തില്ല. പൊതിച്ചോറ് ഒന്നും പറയാനില്ല, അടിപൊളി, സൂപ്പർ.